ഫോർ സ്റ്റോറീസിൻ്റെ മറ്റൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ പൂപ്പാറയിലാണ്. NH85 ഭാഗമായിട്ടുള്ള മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഗ്യാപ്പ് റോഡിൽ നിന്നും പൂപ്പാറ വഴി ബോഡിമെട്ടിനാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഞാനും എൻ്റെ സുഹൃത്ത് ഷാനുമാണ് ഇന്ന് യാത്രയിലുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പൂപ്പാറയിലാണ്. പൂപ്പാറ അതിമനോഹരമായൊരു പ്രദേശമാണ്. ചുറ്റും തേയിലക്കാടുകൾ കൊണ്ട് നിറഞ്ഞ ചെറിയൊരു പട്ടണം. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ അവസാനത്തെ പട്ടണവും തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ കേരളത്തിലേക്കുള്ള ആദ്യത്തെ പട്ടണമാണ് പൂപ്പാറ എന്ന് പറയുന്നത്. പൂപ്പാറ ഈ അടുത്ത കാലത്തായി ഇത് വാർത്തകളിൽ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടുത്തെ കയ്യേറ്റങ്ങളുടെ പേരിലാണ് ആ വാർത്തകളെല്ലാം വന്നിട്ടുള്ളത്. പൂപ്പാറയുടെ കുറുകെ ഒഴുകുന്ന പന്നിയാർ എന്ന് പറയുന്ന പുഴ, അതിൻ്റെ ഇരുകരകളിലാണ് ഈ പൂപ്പാറ എന്ന് പറയുന്ന ചെറിയ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ പുഴ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടാണ് ഈ അടുത്ത കാലത്ത് പൂപ്പാറ കേരളമെമ്പാടും അറിഞ്ഞത്. അതിനു മുമ്പായിട്ട് അരിക്കൊമ്പൻ്റെ വിഷയത്തിലും പൂപ്പാറ പ്രശസ്തമായിരുന്നു. എന്നിരുന്നാലും നമ്മൾ ആ ഒരു പ്രദേശത്തുകൂടി കടന്നു പോവുകയാണ്. ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം ഞാനീ പറഞ്ഞ കുടിയേറ്റം ഒഴിപ്പിക്കലിൻ്റെയും അല്ലെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. ഈ കടകളെല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഒരുപാട് പേരെ ഉപജീവന മാർഗമായിരുന്ന ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളും ഇതിനകത്തുണ്ട്. ഒപ്പം ഒരുപാട് വീടുകളും ആരാധനാലയങ്ങളും. എന്നിരുന്നാലും ഹൈക്കോടതി വിധി എന്താവുമെന്നാണ് ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അതായത് നമ്മൾ പൂപ്പാറയിൽ നിന്ന് ബോഡിമെട്ട് റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ റോഡിൽ ഏകദേശം 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് കേരള തമിഴ്നാട് ബോർഡറായ ബോഡിമെട്ട് എത്താനാവും. മനോഹരമായ കാഴ്ചകളുള്ള ഒരു യാത്രയാണിത്. തേയിലത്തോട്ടങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒപ്പം നിറയെ ഏലക്കാടുകളുമുള്ള യാത്ര. വീതിയുള്ളതും വൃത്തിയുള്ളതുമായ റോഡാണിത്. അരിക്കൊമ്പൻ്റെ യാത്രയോടുകൂടി ഫേമസ് ആയ ഒരു റോഡ് കൂടിയാണ് ഈ ഒരു ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. ഈ പൂപ്പാറ പ്രദേശങ്ങളിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏലം തന്നെയാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളായി ഒരുപാട് ഏലത്തോട്ടങ്ങൾ നമുക്ക് കാണാനാവും. ഈ ഏലത്തോട്ടങ്ങളിൽ ഭൂരിപക്ഷവും ജോലിക്കെത്തുന്നത് നമ്മൾ ബംഗാളികളെന്ന് വിളിക്കുന്ന, എന്നാൽ ഗുജറാത്തിൽ നിന്നും ബീഹാറിൽ നിന്നും അല്ലെങ്കിൽ മധ്യപ്രദേശിൽ നിന്നുമുള്ള ആളുകളാണ്. തലക്കുളം എന്ന് പറഞ്ഞൊരു പ്രദേശമാണിത്. നമ്മൾ തലക്കുളം കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. റോഡ് വീതി കൂടിയോടുകൂടി അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് വാഹനങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങളും ഈ അടുത്ത കാലത്തായി ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏലമാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ ഉപജീവന മാർഗമെന്ന് പറയുന്നത്. വേനൽ കൊണ്ട് അല്ലെങ്കിൽ കടുത്ത ചൂട് കൊണ്ട് എല്ലാം കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയായിരുന്നു. ഈ അടുത്ത് പെയ്ത 2 മഴ കൊണ്ട് ആ ഒരു പഴയ പച്ചപ്പിലോട്ട് ഈ ഏലത്തോട്ടങ്ങൾ തിരികെ പോകാൻ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ തൊഴിലാളികൾക്കും തൊഴിൽ നൽകുന്ന അല്ലെങ്കിൽ വരുമാനം നൽകുന്ന ഒരു മാർഗമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പച്ചപ്പ് നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നൽകും. ഒരു മഴ പെയ്തുകൊണ്ട് തന്നെ ഏലക്കാടുകളെല്ലാം വൃത്തിയാക്കി കവാത്തൊക്കെ എടുത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ ഏലത്തിൻ്റെ അഴുകിയ തണ്ടുകളും മറ്റ് ചെടികളെല്ലാം പറിച്ച് വൃത്തിയാക്കുന്നതിനാണ് കവാത്തെടുക്കുക എന്ന് പറയുന്നത്. നമ്മളതിലും ആ കാഴ്ചകളിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. ഈ മുമ്പിലായിട്ട് പച്ച പൊതിച്ച് കിടക്കുന്ന മലയാണ് തോണ്ടിമല എന്ന് പറയുന്ന പ്രദേശം. ഇവിടെയാണ് ഇതിനു മുമ്പത്തെ തവണ നീലക്കുറിഞ്ഞി പൂത്തത്. കഴിഞ്ഞ തവണ നീലക്കുറിഞ്ഞി പൂത്തത് ചതുരംഗപ്പാറയിലാണ്. ഇതെല്ലാം ഈ പറഞ്ഞ പൂപ്പാറയും സമീപ പ്രദേശങ്ങളുമാണ്. അപ്പം അടുത്ത തവണ നീലക്കുറിഞ്ഞി പൂക്കാൻ പോകുന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്നിരുന്നാലും നീലക്കുറിഞ്ഞി പൂക്കുന്ന മലകൾ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു വലിയ ഭംഗി തന്നെയാണ്. നമ്മൾ തോണ്ടിമല എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തോണ്ടിമലയിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് തിരിയുകയാണ്. നേരെ പോയാലാണ് നമുക്ക് ബോഡിമെട്ടിനെത്താവുക. നമ്മളതിൽ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് തിരിയുകയാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്കവിടെ കാണാനുണ്ട്. ഈ വഴി പോകുന്നത് പന്നിയാർ എസ്റ്റേറ്റിലോട്ടാണ്. ഇതുവഴി നമുക്ക് ആനയിറങ്ങൽ ഡാം ടോപ്പ് വഴി ഗ്യാപ്പ് റോഡ് കയറാനും പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ പന്നിയാർ എസ്റ്റേറ്റ്. ആനയിറങ്ങൽ ഡാമിൻ്റെയും പന്നിയാർ എസ്റ്റേറ്റിൻ്റെയും ഭാഗങ്ങളാണ് നമ്മളീ കാണുന്നത്. ഈ താഴെ കാണുന്നത് ഇവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ്.
ദൂരെയായിട്ട് മൂന്നാർ മലനിരകളും നമുക്ക് കാണാം. കോട പുതച്ച് കിടക്കുകയാണ്. മനോഹരമായൊരു പ്രദേശമാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം മിസ്സാക്കരുത്. തോണ്ടിമലയാണ്. തോണ്ടിമലയിൽ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് കയറിയാൽ നമുക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് പറ്റും. നമ്മളേലും ഈ ഒരു കാഴ്ചയോട് യാത്ര പറഞ്ഞ് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ബോഡിമെട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ്. ഷൈനാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. ഞങ്ങൾ ഈ റോഡിൻ്റെ വിശേഷങ്ങളും കേരളത്തിലെ റോഡുകളുടെ ഇപ്പോഴത്തെ ഗുണനിലവാരത്തെ പറ്റിയെല്ലാം വലിയ ചർച്ചയിലാണ്. റോഡെല്ലാം നന്നായിട്ടുണ്ട്, എന്നാൽ പെട്രോൾ അടിക്കാനുള്ള പൈസ ഇല്ലെന്നുള്ളതാണ് ഷൈൻ്റെ പരാതി. പെട്രോളിന് ഒന്നെങ്കിൽ വില കുറയ്ക്കുക, അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ നൽകുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമാകുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മൂന്നാം മോദി സർക്കാരെല്ലാം അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നാം മോദി സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങളിലുള്ള കാര്യങ്ങളാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ റോഡിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് ചെറിയ രാഷ്ട്രീയ തമാശകളും പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഏതായാലും നമ്മൾ ഈ റോഡിൻ്റെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ റോഡിൽ നമ്മൾ ഒരു 18 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ആദ്യ പട്ടണമായ ബോഡിനായ്ക്കന്നൂർ എത്താൻ കിട്ടും. നമ്മൾ ഈ പറയുന്ന ബോഡിമെട്ട് ചുരം, ഈ മെട്ട് എന്ന് പറയുന്നത് ചുരം എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. കമ്പം മെട്ട്, കമ്പം ചുരം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. നമ്മൾ ഈ ബോഡിമെട്ട്, അതായത് 17 ഹെയർപിൻ വളവുകളാണ് ഈ ചുരത്തിലുള്ളത്. നമ്മളത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബോഡിനായ്ക്കന്നൂർ എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ ഒരു പ്രദേശത്തേക്ക് എത്താൻ പറ്റും. നിലവിൽ ഇടുക്കി ജില്ലയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും ബോഡിനായ്ക്കന്നൂറാണ്. ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് ദിവസവും ചെന്നൈയിലോട്ടും മധുരയിലോട്ടും ട്രെയിൻ സർവീസും അവൈലബിളാണ്. നമ്മൾ ആ കേരള തമിഴ്നാട് ബോർഡറായ ബോഡിമെട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് കേരളത്തിൻ്റെ എക്സൈസ് ചെക്ക് പോസ്റ്റാണ്. നമ്മൾ ആ ചെക്ക് പോസ്റ്റും കടന്ന് മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ മുമ്പിലായിട്ട് കാണുന്നത് കേരള ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. നടന്ന് ബോർഡർ ക്രോസ് ചെയ്യാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ കേരള തമിഴ്നാട് ബോർഡറായ ബോഡിമെട്ട് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ആദായ നികുതി വകുപ്പിൻ്റെ ഒരു ഇതായിരുന്നു, ഓഫീസായിരുന്നു. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. നമ്മുടെ കയ്യിൽ തമിഴ്നാട്ടിലോട്ട് കിടന്നിരിക്കുകയാണ്. നമ്മുടെ KSRTCയും TNSTC ബസ്സും മുഖാമുഖം കിടപ്പുണ്ട്. ഒന്ന് മൂന്നാറിലോട്ടും ഒന്ന് തേനിയിലോട്ടുമാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മളിതാ ആ ഒരു തമിഴ്നാടിൻ്റെ പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു ആകാശത്തിൻ്റെയൊക്കെ നേരമൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇതും കഴിഞ്ഞ് നമ്മൾ ഒഫീഷ്യലി തമിഴ്നാട്ടിലോട്ട് എൻ്റർ ആവുകയാണ്. ഞാൻ പറഞ്ഞ 17 ഹെയർപിൻ വളവുകളാണ് ഈ ഒരു ചുരത്തിലുള്ളത്. ഈ 17 ഹെയർപിൻ വളവുകൾ താണ്ടി നമ്മൾ താഴെ ചെന്നാലാണ് നമ്മൾ തമിഴ്നാടിൻ്റെ സമതല പ്രദേശത്തേക്ക് എത്തത്തുള്ളൂ. നമ്മളതിൽ മാത്രം യാത്ര ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു ചുരത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ വരെ ഒന്ന് പോയിട്ട് തിരിച്ച് പൂപ്പാറയ്ക്ക് തന്നെ പോകാനാണ് ഉദ്ദേശം. ഏതായാലും ആകാശം നല്ല നീലക്കടലിൽ നമ്മളെ കൊതിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഒരു മൂടിയ അന്തരീക്ഷമാണല്ലോ. ഏതായാലും തമിഴ്നാട് നല്ല തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ്. ബോഡിമെട്ടിലെ ഒന്നാമത്തെ ചുരം ഇറങ്ങുകയാണ്. ഒരു കാറാണ് മൊത്തം കത്തി നശിച്ച് കിടക്കുകയാണ്. നമ്മളേലും തിരിച്ചു വരുമ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ താഴോട്ട് പോവുകയാണ്. റെനോൾഡാണെന്നാണ് തോന്നുന്നത്. നമ്മൾ രണ്ടാമത്തെ ചുരവും പാസ് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണ്.
നമ്മുടെ ആകാശം നമ്മുടെ ഇങ്ങനെ കാൽക്കീഴി വരുന്നൊരു ഫീലാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്നത്. അതിലും ഭയങ്കര ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് തമിഴ്നാട് പ്രദേശങ്ങൾ കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ വ്യൂ പോയിൻ്റ് ഇതാണ്. ഒരു അടിപൊളി കാഴ്ചയാണിത്. ആ ബോഗൻവില്ലകൾക്കിടയിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആകാശത്തേക്കുള്ളൊരു കവാടം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം എന്നൊക്കെ പറയുന്ന പോലെ ആകാശത്തേക്കുള്ളൊരു കവാടം. ഇതിലൂടെ താഴോട്ട് കാണുന്ന തമിഴ്നാടിൻ്റെ സമതല പ്രദേശങ്ങൾ അതിസുന്ദരമായൊരു കാഴ്ചയാണ്. തേനിയും അല്ലെങ്കിൽ ബോഡി നായ്ക്കളുടെ പ്രദേശങ്ങളാണ് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ബോഗൻവില്ലകൾക്കിടയിലൂടെയുള്ള ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ആ കാണുന്ന മലമ്പ്രദേശമെല്ലാം കേരളത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ആ ബോഗൻവില്ല പൂവും അതിൻ്റെ നിറവും ആ തമിഴ്നാടിൻ്റെ സമതലങ്ങളുടെ നിറവും കണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ മോളിൽ കണ്ട KSRTC ബസ് തേനിയിലോട്ടുള്ള യാത്ര തിരിച്ചിരിക്കുന്നു. പയ്യെ നമ്മളും ഈ ഒരു വ്യൂ പോയിൻറ്റിനോട് യാത്ര പറഞ്ഞ് കുറച്ചും കൂടി താഴോട്ട് യാത്ര ചെയ്ത് നോക്കുകയാണ്. ഈ വളഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന വഴിയാണ് നമ്മൾ താഴോട്ട് എത്തേണ്ടത്. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണ്. രണ്ടുപേര് സൈക്കിളുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം, അത് എന്താണെന്ന് അന്വേഷിക്കുക എന്നുള്ളത്. കാരണം ഈ മെട്ട് വഴിയൊക്കെ സൈക്കിൾ ചവിട്ടി പോകുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്ചര്യം ഉണ്ടാക്കിയ കാര്യമാണ്. നമ്മളേതെങ്കിലും വണ്ടി നിർത്തി അവരുടെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അവരാ ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. നമ്മൾ കാര്യം തിരക്കി. രണ്ടുപേരും IT പ്രൊഫഷണലുകളാണ്. മുംബൈ സ്വദേശികളാണ്, വിവേകും കിഷോറും. രണ്ടുപേരും എറണാകുളം വരെ ട്രെയിനിനോ മറ്റോ എത്തി അവിടെ നിന്ന് സൈക്കിളെടുത്ത് മൂന്നാറിൽ നിന്നിപ്പം തേനിയിലോട്ടും യാത്ര ചെയ്യുകയാണ്. നമുക്ക് സന്തോഷം തോന്നി. കാരണം നമുക്കോ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് ചെറിയ സന്തോഷം തോന്നും. നമ്മൾ അവരോട് യാത്ര പറയുകയാണ്. നമ്മൾ തിരിച്ച് മുകളിലോട്ട് പോവുകയാണ്. അവിടെ ഒരുപാട് കുരങ്ങന്മാരിരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. വാൻഡ്രപ്പട എന്ന് പറയുമല്ലോ, ആ വാൻഡ്രപ്പടയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്തോ ഒരു ചെറിയ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് അവർ ഞെട്ടി തരിച്ചുപോയി. വാഹനങ്ങളുടെ ശബ്ദമൊന്നുമല്ല. എന്നിരുന്നാലും നമ്മൾ ഈ വാൻഡ്രപ്പടയും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അവരുടെ ഓരോ കുസൃതികളും കാര്യങ്ങളും എല്ലാം കണ്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പയ്യെ വാൻഡന്മാർ നമ്മളോട് യാത്ര പറഞ്ഞങ്ങ് പോയി. നമ്മളും തിരിച്ച് മുകളിലോട്ട് കയറിയാണ്. നമ്മളാ പറഞ്ഞ ഇത് റെനോൾഡ് ഡസ്റ്റർ തന്നെയാണ്. ഇത് ആരുടെ പ്രശ്നമാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിപ്പം കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ഒരുപാട് ഈ ഡസ്റ്റർ കത്തിയ വാർത്ത ഞാൻ കണ്ടിരുന്നു. ഇത് ഈ കമ്പനിയുടെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ ഓടിക്കുന്ന ആളുകളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്കാണോ? എന്നിരുന്നാലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മുടെ യാത്രയ്ക്ക് സുരക്ഷിതമല്ലെന്നുള്ളത് നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മളേതായാലും നമ്മുടെ ഇന്നത്തെ യാത്ര ഈ ഒരു കാഴ്ചയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു മനോഹര കാഴ്ചയുമായിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഷൈനും മറ്റൊരു യാത്രയെ പറ്റി ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ്.